Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. Today we are going to discuss a new topic, profit prior to incorporation. In this session, we discuss what do you mean by profit prior to incorporation, definition of profit prior to incorporation, what are the accounting steps included in the preparation of profit prior to incorporation, and the table showing division of expenses. Let's start today's topic, profit prior to incorporation. Profit prior to incorporation. First meaning. Profit prior to incorporation is the profit earned or loss suffered during the period before incorporation but after the purchase of business. Okay. So what do you mean by profit prior to incorporation? It is the profit earned or loss suffered. ലാഭമാണെങ്കിൽ എത്രത്തോളം പ്രോഫിറ്റ് ഏൺ ചെയ്തു അല്ലെങ്കിൽ എത്രത്തോളം നഷ്ടം സഹിക്കേണ്ടി വന്നു എപ്പോഴാണ് ഡ്യൂറിങ് ദ പീരീഡ് ബിഫോർ ഇൻകോർപ്പറേഷന് തൊട്ട് മുമ്പായിട്ടും ബട്ട് ആഫ്റ്റർ പർച്ചേസ് ഓഫ് ബിസിനസ്. എന്നാൽ നമ്മൾ ബിസിനസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു, പക്ഷെ നമ്മൾ എന്ത് ചെയ്തില്ല, നമ്മുടെ പേരിൽ ഇൻകോർപ്പറേഷൻ, നമുക്കറിയാമല്ലോ ബിസിനസ്സിന് ഇൻകോർപ്പറേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്താണ്, രജിസ്റ്റർ ചെയ്യുക. നമ്മൾ ഒരു ബർത്ത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ബർത്താണ് എന്തെന്ന് പറയുക, ഇൻകോർപ്പറേഷൻ എന്ന് പറയുക. ഓക്കെ, ആ സർട്ടിഫിക്കറ്റ് എപ്പോൾ കിട്ടുന്നോ അന്ന് മുതലാണ് ലീഗലി ആ ബിസിനസ് നിലവിൽ വരുന്നത്. അപ്പം ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് അല്ലെങ്കിൽ ആ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ ഏൺ ചെയ്ത പ്രോഫിറ്റിനെ ആയിരിക്കും എന്തെന്ന് പറയുക, പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ എന്ന് പറയുക. ഓക്കെ, ഇറ്റ് ഈസ് ദ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആൻഡ് ഈസ് നോട്ട് ലീഗലി അവൈലബിൾ ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ ആസ് ഡിവിഡൻഡ്. ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ പ്രോഫിറ്റ്. പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്യാപിറ്റൽ പ്രോഫിറ്റാണ്. ഒരിക്കലും ഇത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യില്ല. ബിക്കോസ് എ കമ്പനി കാനോട്ട് ഏൺ എ പ്രോഫിറ്റ് ബിഫോർ കംസ് ഇൻ ടു എക്സിസ്റ്റൻസ്. ബിസിനസ് ലീഗലി നിലവിൽ വരുന്നതിന് മുമ്പ് ഏൺ ചെയ്ത പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ അത് എന്തിനു വേണ്ടിയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യില്ല, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ല. ഇതാണ് എന്തെന്ന് പറയുക, മീനിങ് ഓഫ് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ. ഓക്കെ അല്ലേ? Then what is the definition of profit prior to incorporation? What is the definition of profit prior to incorporation? It is defined as that portion of profit or loss which is attributable to the period from the date of acquisition of the business to the date of incorporation of the purchasing company. അപ്പം ഒരു കമ്പനി പർച്ചേസ് ചെയ്ത് ആ കമ്പനിയുടെ അക്വിസിഷൻ പീരീഡ് മുതൽ, ആ ബിസിനസ് വാങ്ങിയ സമയം മുതൽ ആ ബിസിനസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് വരെ ഉള്ള പീരീഡിൽ ആ ബിസിനസ് ഏൺ ചെയ്ത പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ ബിസിനസ് സഫർ ചെയ്ത ലോസിനെയാണ് എന്തെന്ന് പറയുക, പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ എന്ന് പറയുക. ഒന്നും കൂടെ, ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് വിച്ച് ഈസ് ആട്രിബ്യൂട്ടബിൾ ടു ദ പീരീഡ്. ഏത് പീരീഡിലാണ്? ഫ്രം ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ ഡേറ്റ് മുതൽ എന്ന് വരെ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ വരെ ആ കമ്പനി ഏൺ ചെയ്തിട്ടുള്ള പ്രോഫിറ്റിനെ അല്ലെങ്കിൽ സഫർ ചെയ്ത ലോസിനെയാണ് എന്തെന്ന് പറയുക, പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ ഓർ ലോസ് സഫർ ടു ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then we are going to discuss what are the accounting steps for the calculation of profit prior to incorporation. Okay, what are the accounting steps? First one, prepare trading account for the whole period. That is from the date of acquisition and the date of final account in order to calculate the amount of gross profit. അപ്പോൾ amount of gross profit calculate ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് we prepare ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ ഹോൾ പീരീഡ്. ആ മൊത്തം പീരീഡിലേക്ക് വേണ്ടിയിട്ടുള്ള ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫൈൻഡ് ഔട്ട് ദ ഗ്രോസ് പ്രോഫിറ്റ്. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് കാൽക്കുലേറ്റ് ദ ഫോളോയിങ് ടു റേഷ്യോസ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഗ്രോസ് പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സെക്കൻഡ് സ്റ്റെപ്പ് കാൽക്കുലേറ്റ് ദ ഫോളോയിങ് ടു റേഷ്യോസ്. ഫസ്റ്റ് വൺ, സെയിൽസ് റേഷ്യോ. What do you mean by sales ratio? Sales ratio is the ratio calculated between the sales of pre-incorporation and the post-incorporation period. അപ്പോൾ പ്രീ ഇൻകോർപ്പറേഷൻ പ്രോഫിറ്റിൻ്റെ സെയിൽസും അതുപോലെ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിലെ സെയിൽസും വെച്ചുകൊണ്ട് നമ്മൾ സെയിൽസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, പ്രീ ആൻഡ് പോസ്റ്റ് പീരീഡിലേക്കുള്ള സെയിൽസിനെയാണ് അത് വെച്ച് നമ്മൾ സെയിൽസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ സെക്കൻഡ് വൺ, ടൈം റേഷ്യോ ആണ്.
ടൈം റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ ടൈം ഫോളിംഗ് ഫ്രം ദ ഡേറ്റ് ഓഫ് ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് ടു ദ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആൻഡ് ദ പീരിയഡ് ബിറ്റ്വീൻ ദ ഡേറ്റ്സ് ഓഫ് ഇൻകോർപ്പറേഷൻ ടു ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ദ പ്രസൻറ്റിംഗ് ഫൈനൽ അക്കൗണ്ട്. അപ്പം നമുക്കറിയാം, നമ്മൾ വാങ്ങിയ ഡേറ്റ് മുതൽ ഇൻകോർപ്പറേറ്റ് ചെയ്തത് വരെയുള്ള പീരീഡും ഇൻകോർപ്പറേഷൻ മുതൽ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് വരെയുള്ള സമയം, അതാണ് എന്തെന്ന് പറയുക? ടൈം റേഷ്യോ എന്ന് പറയുക. ഓക്കെ, നമ്മൾ പർച്ചേസ് ചെയ്ത ഡേറ്റ് മുതൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് വരെയുള്ള ഒരു ടൈം പീരീഡും ഇൻകോർപ്പറേറ്റ് ചെയ്തത് മുതൽ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന, അതായത് അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡ്, ആ ഇയറിലെ അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡ്, ആ ഡേറ്റ് അതുവരെയുള്ള ആ ഒരു പീരീഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ടൈം റേഷ്യോയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ്. സെക്കൻഡ് വൺ, കാൽക്കുലേറ്റ് സെയിൽസ് റേഷ്യോ ആൻഡ് ടൈം റേഷ്യോ. തേർഡ് സ്റ്റെപ്പ് ഈസ് ദ പ്രിപ്പയർ profit and loss account for the pre-incorporation and post-incorporation period separately. This is done as the following basis. Okay, അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് ആൻഡ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ്. അപ്പോൾ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിൽ എത്രത്തോളം പ്രോഫിറ്റ് ഏൺ ചെയ്തു, പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിൽ എത്രത്തോളം പ്രോഫിറ്റ് ഏൺ ചെയ്തു എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഗ്രോസ് പ്രോഫിറ്റ് ഷുഡ് ബി അപ്പോർഷൻ ബിറ്റ്വീൻ ടു പീരീഡ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ റെസ്പെക്റ്റീവ് സെയിൽസ് റേഷ്യോ. ഗ്രോസ് പ്രോഫിറ്റ് എന്തിൻ്റെ ബേസിൽ ഡിവൈഡ് ചെയ്യുക? സെയിൽസ് റേഷ്യോയുടെ ബേസിൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യേണ്ടത് എന്തിൻ്റെ ബേസിലായിരിക്കണം? സെയിൽസ് റേഷ്യോയുടെ ബേസിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, സെക്കൻഡ് വൺ, ഫിക്സഡ് എക്സ്പെൻസസ് ഓർ എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം ഷുഡ് ബി അപ്പോർഷൻ ബിറ്റ്വീൻ ടു പീരീഡ്സ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം റേഷ്യോ. അപ്പം ഫിക്സഡ് എക്സ്പെൻസസ് ആണെങ്കിൽ എന്തിൻ്റെ ബേസിൽ ഡിവൈഡ് ചെയ്യുക? ടൈം റേഷ്യോയുടെ ബേസിൽ ഡിവൈഡ് ചെയ്യുക. ഫിക്സഡ് എക്സ്പെൻസസ് ആണെങ്കിൽ അത് എന്തിൻ്റെ ബേസിൽ ഡിവൈഡ് ചെയ്യുക? ടൈം റേഷ്യോയുടെ ബേസിൽ ഡിവൈഡ് ചെയ്യുക. The next, variable expenses ആണ്. Variable expenses or expenses connected with the sales should be apportioned between two periods on the basis of sales ratio. അപ്പോൾ വേരിയബിൾ എക്സ്പെൻസസ് ആണെങ്കിൽ എന്തിൻ്റെ ബേസിൽ ഡിവൈഡ് ചെയ്യുക? സെയിൽസിൻ്റെ ബേസിൽ ഡിവൈഡ് ചെയ്യുക. ഫിക്സഡ് എക്സ്പെൻസസ് ആണെങ്കിൽ ടൈം റേഷ്യോയുടെ ബേസിലും, വേരിയബിൾ എക്സ്പെൻസസ് ആണെങ്കിൽ സെയിൽസ് റേഷ്യോയുടെ ബേസിലും ഡിവൈഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഐറ്റം, എക്സ്പെൻസസ് വിച്ച് ആർ ഇൻകേർഡ് ആഫ്റ്റർ ദ ഇൻകോർപ്പറേഷൻ ഓഫ് ദ കമ്പനി. അപ്പം ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന എല്ലാ എക്സ്പെൻസസും, സച്ച് എക്സ്പെൻസസ് ആസ് എക്സാമ്പിൾ ഡയറക്ടേഴ്സ് ഫീ, പ്രിലിമിനറി എക്സ്പെൻസസ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ എക്സെട്ര ഷുഡ് ബി ചാർജ്ഡ് ടു ദി പീരീഡ് ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ. ദാറ്റ് മീൻസ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിൽ മാത്രം എടുക്കേണ്ടുന്ന ഐറ്റമാണ് ഈ പറഞ്ഞത്. എന്തൊക്കെയാണ്? ഡയറക്ടേഴ്സ് ഫീ, പ്രിലിമിനറി എക്സ്പെൻസസ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ എക്സെട്ര. അപ്പം ഒരു ബിസിനസ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന എല്ലാ എക്സ്പെൻസസും എവിടെ തന്നെ കാണിക്കുക? പോസ്റ്റ് ഇൻകോർപ്പറേഷൻ സെക്ഷനിൽ കാണിക്കുക. ഓക്കെ, next we are going to discuss what are the items or what are the expenses allocated on the basis of sales ratio and what are the expenses allocated on the basis of time ratio. Okay, first we discuss table showing എന്താണ്? എക്സ്പെൻസസ് അലോക്കേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് സെയിൽസ് റേഷ്യോ. ഓക്കെ, സെയിൽസ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന ഐറ്റം ഓഫ് എക്സ്പെൻസസ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഗ്രോസ് പ്രോഫിറ്റ്. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ്, ബാഡ് ഡെറ്റ്സ്, ഡിസ്കൗണ്ട് അലൗഡ്, carriage outwards, selling expenses, salesman's commission, advertisement, delivery expenses, free sample, after sales service cost, salaries of salesman, sales പ്രൊമോഷൻ എക്സ്പെൻസസ്, വേരിയബിൾ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്. അങ്ങനെ സം എക്സ്പെൻസസ് എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം തന്നെ ഏതിൻ്റെ ബേസിൽ ഡിവൈഡ് ചെയ്യുക? ഓൺ ദ ബേസിസ് ഓഫ് സെയിൽസ്. ഓക്കെ, സെയിൽസ് റേഷ്യോയുടെ ബേസിൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ സെയിൽസ് റേഷ്യോയുടെ ബേസിൽ ഡിവൈഡ് ചെയ്യേണ്ടുന്ന ഐറ്റംസ് ആണ്. മിസ് ഒന്നും കൂടെ വായിക്കാം. ഫസ്റ്റ് വൺ ഗ്രോസ് പ്രോഫിറ്റ്, സെക്കൻഡ് ബാഡ് ഡെറ്റ്സ്, നെക്സ്റ്റ് ഡിസ്കൗണ്ട് അലൗഡ്, ക്യാരേജ് ഔട്ട്വേർഡ്സ്, സെല്ലിംഗ് എക്സ്പെൻസസ്, സെയിൽസ്മാൻസ് കമ്മീഷൻ, advertisement, delivery expenses, free sample, after sales service cost, salaries of salesman, sales promotion expenses and variable distribution expenses. Okay, then expenses allocated on the basis of time. എക്സ്പെൻസസ് അലോക്കേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം ആണ്. ടൈമിൻ്റെ ബേസിൽ നമ്മൾ എക്സ്പെൻസസ് എങ്ങനെയൊക്കെയാണ് അലോക്കേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഫസ്റ്റ് ഐറ്റം rent, rates and taxes. First item, rent, rates and taxes, depreciation, insurance, fixed expenses,
fixed distribution expenses, administrative expenses, general traveling expenses, audit fee, general expenses, printing and stationery, office expenses, interest on purchase consideration, fixed expenses, miscellaneous expenses. അപ്പം ഇങ്ങനെ 14 ഐറ്റംസ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുക, ടൈമിൻ്റെ ബേസിൽ എന്ത് ചെയ്യുക, അലോക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഓൺ ദ ബേസിസ് ഓഫ് ടൈമിൻ്റെ ബേസിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന എക്സ്പെൻസസ് ആണ് മിസ് ഇപ്പോൾ വായിച്ചത്. ഓക്കെ, ഒന്നും കൂടെ വായിക്കാം. റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, ഡിപ്രീസിയേഷൻ, ഇൻഷുറൻസ്, ഫിക്സഡ് എക്സ്പെൻസസ്, ഫിക്സഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, ജനറൽ ട്രാവലിംഗ് എക്സ്പെൻസസ്, ഓഡിറ്റ് ഫീ, general expenses, printing and stationery, office expenses, interest on purchase consideration, fixed expenses, then miscellaneous expenses, etc. Dear students, watch and listen the lectures carefully. Then write the assignment question like, what do you mean by profit prior to incorporation? Definition, what are the accounting steps and the table. Okay.